സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ഒരു മനുഷ്യൻ നല്ല വെയിലുള്ള ഒരു സന്ദർഭത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് നല്ല ദാഹം അനുഭവപ്പെടുന്നുണ്ട്. ഒരല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിലെന്ന് അയാൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ നല്ല വെള്ളം കിട്ടിയാൽ ആർത്തിയോടുകൂടി ആ വെള്ളം മുഴുവനും അയാൾ കുടിച്ചു തീർക്കുകയും ചെയ്യും. ആ യാത്രാ സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു കാർമേഘം അയാളെങ്ങനെ മൂടിപ്പൊതിഞ്ഞു. ആ മൂടിപ്പൊതിയപ്പെട്ട കാർമേഘത്തിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ആ ശബ്ദത്തിലൂടെ ഒരു പേര് പറയപ്പെട്ടു. ഇന്ന ആളുടെ തോട്ടത്തിൽ പോയി ഈ കാർമേഘം മഴയായി പെയ്യണം, വെള്ളമായി മാറണമെന്നാണ് ആ ശബ്ദത്തിൽ പുറത്തേക്ക് വന്നത്. ഈ മരുഭൂമിയിലൂടെ വെയിലുകൊണ്ട് ദാഹിച്ചു വലഞ്ഞ് ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന മനുഷ്യന് അത്ഭുതമായി. അങ്ങനെ ആ കാർമേഘം സഞ്ചരിക്കുന്ന അതേ ദിശയിലൂടെ, അതേ റൂട്ടിലൂടെ ഈ മനുഷ്യൻ കാർമേഘത്തെ പിന്തുടർന്നുകൊണ്ട് യാത്ര പോവുകയാണ്. അങ്ങനെ ആ കാർമേഘം ചെറിയ ചെറിയ മലകളും കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് സമൃദ്ധമായി വെള്ളം ചൊരിയാൻ തുടങ്ങി. അങ്ങനെ സമൃദ്ധമായി ആ തോട്ടത്തിലേക്ക്, കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ തോട്ടത്തിലേക്ക് വെള്ളം ലഭിച്ചപ്പോൾ ഈ മനുഷ്യൻ ആ തോട്ടത്തിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ യാത്രക്കിടയിൽ വന്യവയോധികനായ വൃദ്ധനായ ഒരു മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആ കോരിച്ചൊരിയുന്ന വെള്ളം വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ആ ആയുധം കൊണ്ട് ഇങ്ങനെ വഴിതിരിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ കാർമേഘത്തിൽ നിന്നും ഏതൊരു തോട്ടത്തിലേക്ക് പോകാനാണോ ആവശ്യപ്പെട്ടത്, ആ ശബ്ദം കേട്ടുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത മനുഷ്യൻ ഈ വയസ്സായ മനുഷ്യന്റെ മുമ്പിൽ എത്തിപ്പെട്ടു. നിങ്ങളുടെ തോട്ടത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും സമൃദ്ധമായി വെള്ളം ലഭിക്കുന്നത്? താങ്കളുടെ തോട്ടം എങ്ങനെയാണ് ഇത്ര സമൃദ്ധമായി കായ്കനികൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത്, ഫലം നൽകുന്നത് എന്ന് ആ വയസ്സായ മനുഷ്യനോട് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത മനുഷ്യൻ ചോദിക്കുകയാണ്. താങ്കൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, എനിക്ക് അള്ളാഹു നൽകിയ ഈ തോട്ടത്തിൽ നിന്നും ധാരാളമായി വരുമാനം ലഭിക്കുന്നുണ്ട്, സമ്പത്ത് ലഭിക്കുന്നുണ്ട്. ആ സമ്പത്തിനെ ഞാൻ 3 ഡിവൈഡ് ചെയ്യും, 3 ഭാഗങ്ങളാക്കി മാറ്റും. അതിൽ ഒരു ഭാഗം ഞാനും എൻ്റെ കുടുംബവും ഭക്ഷണത്തിന് വേണ്ടി നീക്കിവെക്കും. മറ്റൊരു ഭാഗം ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ, എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വസ്ഥതയോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സമ്പത്ത് നൽകിയ, ഈ തോട്ടത്തിലേക്ക് വെള്ളം നൽകിയ, അതിൻ്റെ കാരണക്കാരനായ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ധാരാളമായി സ്വതക്കകൾ കൊടുക്കും. 3-ാമത്തെ ഭാഗം അടുത്ത വർഷം ഈ തോട്ടത്തിൽ തന്നെ വിത്തിറക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയും ചെയ്യും എന്ന്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു കഥയിൽ നിന്നും വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഗുണപാഠങ്ങൾ സ്വീകരിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലേ? നമ്മൾ അങ്ങനെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഔദാര്യങ്ങളാണ്, എന്തൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നൽകുന്ന റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ, ആ റബ്ബിൻ്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനും അടുപ്പത്തിനും നാളെ പരലോക വിജയത്തിനും കാരണമാകുന്ന സ്വതക്കാത്തുകൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളറിയാതെ നമുക്കുള്ള സഹായങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സ്വതക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്സദഖതു ബുർഹാനുൻ എന്നാണ്. സ്വതക്ക നിങ്ങൾക്കുള്ള തെളിവാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ബുർഹാൻ എന്നൊരു വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷേഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ പറയുകയാണ്, ദലീലുൻ അലാ സിദ്ഖി ഈമാനിൻ മുതസദ്ദിഖ്.
തീർച്ചയായും ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നറിയോ? ആ മനുഷ്യന്റെ ഈമാനിന്റെ സിദ്ദിഖിനുള്ള സത്യസന്ധതക്കുള്ള തെളിവാണ് അയാൾ സ്വതക്ക കൊടുക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ മഈശത്തിൽ, നമ്മുടെ റിസ്കിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ ലാഭമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? ജീവിതത്തിൽ ലാഭം കിട്ടണം, അതിലൂടെ സന്തോഷം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? എങ്കിൽ ലാഭം ലഭിക്കുന്ന ഒരു കച്ചവടമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഒരു ബിസിനസിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. അല്ലയോ വിശ്വാസികളെ, തീർച്ചയായും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സമ്പത്തിൽ നിന്നും അവർ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ സ്നേഹത്തിനു വേണ്ടി, നാളെ പരലോകത്ത് ആരും സഹായിക്കാനില്ലാത്ത മഅ്ശറയിൽ വിയർത്തൊലിച്ചുകൊണ്ട് സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സഹായം ലഭിക്കാൻ, ആശ്വാസം ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ കാരണമായിരുന്ന സ്വതക്കാത്തുകൾ അവർ ധാരാളമായി ചെലവഴിക്കുന്നവരാണ്. അങ്ങനെ ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് യർജൂന തിജാറതൻ ലൻ തബൂർ. ആ സ്വതക്കാത്തുകളിലൂടെ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ആഗ്രഹം അല്ലാഹു പൂർത്തിയാക്കുകയും നഷ്ടം വരാത്ത, നഷ്ടം സംഭവിക്കാത്ത നല്ലൊരു കച്ചവടമാണ് അവർ ജീവിതത്തിൽ നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നഷ്ടം വരാത്ത ഒരു കച്ചവടം നിങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹു പഠിപ്പിക്കുകയാണ് വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ രഹസ്യമായും പരസ്യമായും സ്വതക്കാത്തുകൾ നൽകുക. എന്തിനു വേണ്ടിയാണ്? മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഹിലാൽ. തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് യാതൊരുവിധ നേട്ടവും ഉപകാരവും പ്രയോജനവും ലഭിക്കാത്ത ഒരു ദിവസം പരലോകം നിങ്ങളിലേക്ക് വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ധാരാളമായി ചെലവഴിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന. സഹോദരങ്ങളെ, അങ്ങനെ ചെലവഴിക്കാൻ പറഞ്ഞ റബ്ബ് പറഞ്ഞൊരു വിഷയമുണ്ട്. ആ ചെലവഴിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ, നമുക്ക് കഴിയണമെങ്കിൽ വിശ്വാസികൾ നേടിയെടുക്കേണ്ട ഒരു നേട്ടമുണ്ട്. എന്താണ് ആ നേട്ടം? അവർ അവരുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്നാണ്. അങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. തീർച്ചയായും അവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്ന ആളുകൾ. വിജയം നേടാൻ അവർക്ക് മാത്രമാണ് സാധിക്കുക എന്നാണ്. സഹോദരങ്ങളെ, ആ വിജയം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ആ ലാഭം ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എങ്കിൽ സ്വതക്ക കൊടുക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ മഹിതമായ ഒരു നന്മയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ പ്രതിഫലമാണ് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദൻ ലഹും, ആ സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ ഒരാളെയും നിങ്ങൾ ശല്യപ്പെടുത്തരുത്. ആ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആളുകളെ വേദനിപ്പിക്കാതിരുന്നാൽ, പ്രയാസപ്പെടുത്താതിരുന്നാൽ, ശല്യപ്പെടുത്താതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും അവർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ഖിയാമത്ത് നാളിൽ ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല, ഒരു പേടിയും ഉണ്ടാവുകയില്ല, ഒരു ആശങ്കയും അവർക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം ഞാൻ നിങ്ങളും സ്വതക്കാത്തുകൾ നൽകേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ സമ്പത്ത് ആരാ തന്നത്? അള്ളാഹുവാണ് പ്രിയപ്പെട്ടവരെ.
അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് സമ്പത്ത്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് റിസ്ക്, അള്ളാഹുവിൻ്റെ സ്നേഹമാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന, നമ്മളിലൂടെ നമ്മുടെ കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഈശത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതിന് അള്ളാഹു എപ്പോഴെങ്കിലും നമ്മളോട് ബില്ല് ചോദിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? ഇല്ലല്ലോ സഹോദരങ്ങളെ. സമൃദ്ധമായി അള്ളാഹു ആകാശത്തിൻ്റെ മഴക്കാറുകളിൽ നിന്നും സമൃദ്ധമായി വെള്ളം നൽകുന്നു സഹോദരങ്ങളെ. ആ വെള്ളം ഉപയോഗിച്ചതിൻ്റെ പേരിൽ റബ്ബ് മാസാമാസം നമ്മളോട് ബില്ല് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്നും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാസത്തിൽ ബില്ല് കൊടുക്കണം സഹോദരങ്ങളെ. മാസത്തിൽ നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ്റെ പ്രകാശവും ചന്ദ്രൻ്റെ നിലാവലകളും നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ സഹോദരങ്ങളെ അല്ലാഹു നമ്മളോട് ബില്ല് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. എങ്കിൽ ഇതൊക്കെ ഈ ഔദാര്യം അള്ളാഹുവിൻ്റെ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ. അത് പിടിച്ചു വെക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. തീർച്ചയായും ഈ സമ്പത്തിനെ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ പിടിച്ചു വെക്കുന്നതും അത് ധാരാളമായി അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് വിട്ടുകൊടുക്കുന്നതും അള്ളാഹുവാണ്. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയാണ് കേട്ടോ നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് നോക്ക് നിങ്ങൾ, ലാ തൂക്കി ഫയൂകാ അലൈകി. അല്ലയോ അസ്മാ, നീ ഒരിക്കലും സമ്പത്ത് മൂടി കെട്ടിപ്പൊതിഞ്ഞ് വെക്കരുത് കേട്ടോ. അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് നീ വെച്ചാൽ നിനക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തിലും അള്ളാഹു പിടിച്ചു വെക്കുമെന്നാണ് സഹോദരങ്ങളെ. അങ്ങനെ പിടിച്ചു വെക്കാത്ത ഒരു ജീവിതം, ഒരു സ്വതക്ക എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിർവഹിക്കാനുണ്ടോ? പരിശുദ്ധ റമളാനിൻ്റെ പുണ്യാർദ്രമായ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന രാപ്പകലുകളിലൂടെയാണ് ആഫിയത്ത് കൊണ്ട് ഞാനും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ആ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ ഔദാര്യമായ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ഐഷ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആ കാണുന്ന കാഴ്ചയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ഐഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഐഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ലയോ അബ്ദുറഹ്മാൻ, താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം, വല്ലാത്തൊരു ആഹ്ലാദമായി. ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട് അബ്ദുറഹ്മാൻ. എന്താണ് ആ പ്രശ്നമെന്നറിയുമോ? പ്രയാസപ്പെട്ട് നെരുക്കത്തോടു കൂടിയായിരിക്കും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സ്വർഗത്തിലേക്ക് നെരുക്കമില്ലാതെ, പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹു താങ്കൾക്ക് സമൃദ്ധമായി നൽകിയ, ധാരാളമായി നൽകിയ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവാക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ല മുന്തിയ വില കൂടിയ ചെരുപ്പുകൾ ഇട്ടുകൊണ്ടാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഐഷ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വന്നത്. ആ ചെരുപ്പ് ധരിച്ചില്ല. നല്ല വില കൂടിയ ചുവന്ന് തുടുത്ത ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തു വന്നത്. ആ ഒട്ടകത്തെ അവഗണിച്ച് തൻ്റെ വീട്ടിലേക്ക് ഓടിക്കതച്ചു പോയി. ഗോഡൌണിലേക്ക് പോയി. നിറഞ്ഞു നിൽക്കുന്ന ദിനാറിൻ്റെയും ദിർഹമിൻ്റെയും കെട്ടുകൾ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിരിക്കുന്ന ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും മുകളിൽ കയറ്റിവെക്കാൻ തൻ്റെ ഭൃത്യന്മാരോട് ആവശ്യപ്പെട്ടു.
തന്റെ ഗോഡൌണിൽ നിറക്കപ്പെട്ട ഗോതമ്പിന്റെയും ചോളത്തിന്റെയും ചാക്കുകെട്ടുകൾ ആ ഒട്ടകങ്ങളുടെ മുകളിലേക്ക് കയറ്റിവെക്കാൻ പറഞ്ഞു. മദീനയുടെ തെരുവീതിയിലേക്ക് ഇറങ്ങിച്ചെന്നു. മദീനയുടെ തെരുവിൽ ചെന്നിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി. പ്രിയപ്പെട്ടവരെ, ആ വിളിച്ചുകൂട്ടിയ തന്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇതാ ഈ കാണുന്ന ചാക്കുകെട്ടുകൾ നിറക്കപ്പെട്ട ദിനാറും ദിർഹമും ഗോതമ്പും ഭക്ഷ്യസാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് നൽകാനുള്ളതാണ്. 700 ദിർഹം എനിക്ക് തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഈ കാണുന്ന മുഴുവൻ സ്വത്തും നിങ്ങൾക്ക് സമ്മാനമായി തരാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്ത് വയസ്സായ ഒരു മനുഷ്യൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മോനെ അബ്ദുറഹ്മാനെ, നീ ചോദിച്ച 700 ദിർഹം നിന്റെ കയ്യിലേക്ക് വെച്ച് തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളടക്കമുള്ള ഈ കാണുന്ന പിഞ്ചു പൈതങ്ങളടക്കമുള്ള ആളുകൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ചാക്കുകെട്ടുകൾ മുഴുവനും അവരുടെ മുമ്പിൽ ഇറക്കി വെക്കാൻ പറയുന്നു. ഞാൻ ചോദിച്ച 700 ദിർഹത്തിനേക്കാളും മൂല്യമുള്ള ഒരു സമ്മാനം എൻ്റെ റബ്ബ് എനിക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ആ സമ്മാനം ഏതാ പ്രിയപ്പെട്ടവരെ? സ്വർഗമാകുന്ന സമ്മാനമാണ്. ആ സ്വർഗമാകുന്ന സമ്മാനത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഔദാര്യമായ സമ്പത്തിനെ ഫീ സബീലില്ലക്ക് വേണ്ടി പാവപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ ആ സ്വഹാബികൾക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ മനസ്സിന് പിശുക്ക് ബാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അള്ളാഹു നൽകിയ ഔദാര്യമായ സമ്പത്തിൽ നിന്നും നമുക്കും ചെലവഴിക്കാൻ കഴിയണ്ടേ? അതല്ലേ അസ്മാ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞത്, അല്ലയോ അസ്മാ, ലാ തൂഖി ഫയുഖാ അലൈക് ലാ തുഹ്സി ഫയുഹ്സി അല്ലാഹു അലൈക് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതല്ലേ സഹോദരങ്ങളെ? അങ്ങനെ ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? താല്പര്യം കാണിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, മൻ ദല്ലദീ യഖ്റഹുല്ലാഹു ഖർളൻ ഹസനാ. അള്ളാഹുവിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നല്ല കടം കൊടുക്കാനുള്ളത് എന്നാണ്? അങ്ങനെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു ആ നൽകുന്നതിന്റെ ഇരട്ടി അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം 11-ാമത്തെ ഈ ആയത്ത് കേട്ടപ്പോ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. ആരാണ് ആ സഹോദരങ്ങളെ? അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി ഖദ് അഅതു നഖലത ബിദ്ഹായിതി. അല്ലാഹുവിന്റെ പ്രവാചകരെ, നല്ല കായ്ച്ചു നിൽക്കുന്ന കുലകളുള്ള നല്ല വിഭവസമൃദ്ധമായ ഒരു ഈന്തപ്പനയുടെ തോട്ടം റസൂലെ എനിക്കുണ്ട്. ആ തോട്ടം ഇതാ അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് റസൂലെ എന്ന് പറയുന്നു. അള്ളാഹു ചോദിച്ച കടം കൊടുക്കുക സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ ഫീസബില്ലക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആ തോട്ടം മുഴുവനും അദ്ദേഹം കടം കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തറിയോ? കമ്മിൻ ഉഇദ്ഖിൻ റദാഹിൻ ലി അബീ ദഹദാഹി ഫിൽ ജന്ന. അബൂ ദഹദാഹിന് സ്വർഗത്തിന്റെ ഈന്തപ്പന കുലകളിൽ എത്ര കുലകളാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി ആ തോട്ടത്തിലേക്ക് അദ്ദേഹം വരികയാണ് സഹോദരങ്ങളെ. അങ്ങനെ ആ തോട്ടത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം വിളിച്ചു പറയാം, യാ ഉമ്മ ദഹദാ, അല്ലയോ ഉമ്മ ദഹദാ, യഖ്റുജി മിനൽ ഹായിത്ത്. ഈ നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ കുലച്ചു നിൽക്കുന്ന ഈ തോട്ടത്തിൽ നിന്ന് നീ പുറത്തേക്ക് വാ, നീ പുറത്തേക്ക് വാ. കാരണം സ്വർഗത്തിലെ ഈന്തപ്പന തോട്ടം നേടിയെടുക്കാൻ നിന്റെ ഭർത്താവ് ഈ തോട്ടം അള്ളാഹുവിന് കടം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയോടാണ് ഇത് പറയുന്നതെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ പ്രതികരണം എന്തായിരിക്കും? അവരുടെ സ്വഭാവം എന്തായിരിക്കും? അവരുടെ പെരുമാറ്റം എന്തായിരിക്കും? സഹോദരങ്ങളെ, മഹാനായ അബൂ ദഹദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാണ്, റബീഹൽ ബൈ, എൻ്റെ ഭർത്താവ് ലാഭകരമായ കച്ചവടം ചെയ്തു എന്നാണ്.
എന്റെ ഭർത്താവ് ലാഭകരമായ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ഭാര്യ പറയുന്നത്. അതുപോലെ നമ്മുടെ കുടുംബത്തിന് പറയാൻ കഴിയോ? റബ്ബിന്റെ ദീനിന് വേണ്ടി, റബ്ബ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ചെലവഴിക്കാൻ. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ധാരാളമായി സ്വതക്ക കൊടുക്കുക. ഞാൻ സമ്പത്ത് കുറഞ്ഞവനാണെന്ന് നിങ്ങളിൽ ഒരാളും പറയരുത്. കാരണം സമ്പത്ത് കുറഞ്ഞവന്റെ സ്വതക്കയാണ് നല്ല പണക്കാരൻ കൊടുക്കുന്ന സ്വതക്കയേക്കാളും ഖൈറ് എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കെത്രയാണ് ഉള്ളത്, അതിൽ നിന്നും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്കും സ്നേഹത്തിനു വേണ്ടി ചെലവഴിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഒരു സൂക്ഷ്മത അനിവാര്യമാണ്. ആ സൂക്ഷ്മതയുടെ കൂട്ടത്തിൽ അള്ളാഹു ഔദാര്യമായി നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ആ ഒരൊറ്റ സ്വർഗത്തിന് വേണ്ടി തൻ്റെ സ്വത്ത് മുഴുവനും മദീന നിവാസികൾക്ക് വിതരണം ചെയ്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോകാൻ ആഗ്രഹിച്ച ഒരു സ്വർഗമില്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ നേടിയെടുക്കാൻ, സമ്മാനമായി നൽകാൻ ദുനിയാവിൽ അള്ളാഹു നൽകിയ അവൻ്റെ ഔദാര്യമായ നിറഞ്ഞു നിൽക്കുന്ന കൊലച്ചു നിൽക്കുന്ന 300ഓളം ഈന്തപ്പനകളുള്ള വിശാലമായ തോട്ടം അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറായ അബൂദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പോകാൻ ആഗ്രഹിച്ചൊരു സ്വർഗമില്ലേ? അബൂദഹ്ദാഹിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ച അബൂദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ ആഗ്രഹമില്ലേ? അതുപോലത്തെ ഒരു ആഗ്രഹം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമുണ്ടോ? സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റജുലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, അയ്യു സ്വദഖത്തി അഫ്ളൽ, അള്ളാഹുവിന്റെ പ്രവാചകരെ, സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫദ്ലുള്ള സ്വതക്ക ഏതാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അൻ തസദ്ദഖ വഅൻത സ്വഹീഹുൻ ഹദീസ് തഅമുലുൽ ഗൈന വതഖ്ശൽ ഫഖർ. 3 കാര്യങ്ങളാണ്, 3 സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതലായി വിശ്വാസികളെ ഞാനും നിങ്ങളും സ്വതക്കാത്തുകൾ ധാരാളമായി നൽകേണ്ടത്. അതിലൊന്ന്, നല്ല ആരോഗ്യമുള്ള സമയത്ത് നാം കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും ഫദ്ലായ സ്വതക്ക എന്ന് പറയുന്നത്. 2, പണത്തിനോട് നല്ല ആർത്തി ഉണ്ടാകുമ്പോൾ, ആർത്തി എത്ര കിട്ടിയാലും മതിവരാത്ത സന്ദർഭം, ആ സന്ദർഭത്തിൽ നീ നൽകുന്ന സ്വതക്കയാണ് ഏറ്റവും ഫദ്ലായ സ്വതക്ക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 3-ാമത്തെ സന്ദർഭമേതാ? ഫഖറിനെ, ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ, പടച്ചവനെ ഒരു 100 രൂപയാണ് ഇന്നുള്ളത്, ആ 100 രൂപയിൽ നിന്നും 50 രൂപ ഞാൻ സ്വതക്ക കൊടുത്താൽ പടച്ചവനെ എൻ്റെ കുടുംബം പട്ടിണിയാകും, ഞാൻ പട്ടിണി കിടന്നോട്ടെ, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും പട്ടിണി കിടക്കാൻ പാടില്ല റബ്ബേ എന്ന് നമ്മൾ പേടിക്കുന്നൊരു സന്ദർഭമല്ലേ സഹോദരങ്ങളെ? ആ സന്ദർഭത്തിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക എന്ന് പ്രവാചകൻ പറയാ. അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഇരട്ടി റബ്ബ് സഹോദരാ വേറൊരു മാർഗത്തിലൂടെ റബ്ബ് നിന്നിലേക്ക് എത്തിക്കും. എന്തിനാ പ്രിയപ്പെട്ടവരെ സ്വതക്ക നൽകണമെന്ന് പറയാൻ കാരണം? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലുംറിഇൻ ഫീ ളില്ലിൻ സ്വദഖതിഹി, ഓരോ മനുഷ്യനും നാളെ മഅ്ശറയിൽ പ്രിയപ്പെട്ട സഹോദരാ ഒരു ചാൻമുകളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ സൂര്യനിങ്ങനെ നമ്മുടെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. ആ കത്തിജ്വലിക്കുന്ന ജ്വാലയിൽ അകപ്പെട്ട് ഓരോ മനുഷ്യനും വിയർപ്പിലിങ്ങനെ മുങ്ങിപ്പൊങ്ങുന്നൊരവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യന് ആശ്വാസം ലഭിക്കുന്നത്, ആ സൂര്യന്റെ ചൂടിൽ നിന്നും അവന് സമാധാനം ലഭിക്കുന്നത്, തണൽ ലഭിക്കുന്നത് ദുനിയാവിൽ അവൻ നൽകിയ സ്വതക്കാത്തുകൾ കാരണമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് സ്വതക്ക നൽകാൻ കൽപ്പിക്കാറുണ്ട്. അങ്ങനെ സ്വതക്ക നൽകാൻ കൽപ്പിക്കുന്ന സമയത്ത് ഇൻതലക അഹദുനാ ഇല സൂഖ്, അപ്പൊ ഞങ്ങൾപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നറിയോ?
മാർക്കറ്റിലേക്ക് പോകും. വലിയ ഭാരമേറിയ ഭാണ്ഡമേറിയ വെയിറ്റുള്ള ചാക്കുകെട്ടുകൾ ഞങ്ങളുടെ തലയിൽ ചുമന്നുകൊണ്ടുപോകും. എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയൊരു വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചെലവാക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ പൈസ ഒന്നുമില്ല, ബൈത്തുൽ മാൽ കാലിയാണ്. പ്രവാചകൻ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, ബൈത്തുൽ മാലിൽ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു വാ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹാബത്ത് പോവാണ്. സഹോദരങ്ങളെ, ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്നതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തു, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ധാരാളമായി കൊടുത്തിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് എന്ന ആ ഒരു വിചാരം ഉണ്ടല്ലോ, കിബിറല്ല സഹോദരങ്ങളെ, റിയാ അല്ല. കാരണം സന്തോഷമാണ്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഏറ്റവും കൂടുതൽ കൊടുത്തത് ആരാ? ഞാനാണെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അല്ല അബൂബക്കർ, ഇനിയും താങ്കളുടെ വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ അടുക്കൽ അള്ളാഹുവും റസൂലും അല്ലാതെ മറ്റൊന്നുമില്ല എന്ന്. ഇതാണ് സ്വതക്ക എന്ന് പറയുന്നത്. ആ സ്വതക്കകൾ ശേഖരിക്കാൻ പോയ ഒരു സ്വഹാബി വഴിയിൽ വെച്ച് മറ്റൊരു സ്വഹാബിയെ കാണുകയാണ്. ആ സ്വഹാബി ചോദിക്കണം, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് ഈ ധൃതി പിടിച്ചു പോകുന്നത്? ഈ സ്വഹാബി പറയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പ്രവാചകന് കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സ്വതക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് എടുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചോദിച്ച സ്വഹാബി രണ്ട് കൈപ്പത്തിയും ഇല്ലാത്ത മനുഷ്യനാണ്, ഒരു കണ്ണില്ലാത്ത മനുഷ്യനാ, ഒരു കാല് മുട്ടുവരെയില്ല. ആ സ്വഹാബി നടന്നു പോവുകയാണ്. എന്നിട്ടൊരു മനുഷ്യൻ്റെ തോട്ടത്തിലെത്തി. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോട്ടം ഞാൻ നനക്കട്ടെ എന്ന്. ആ ഈന്തപ്പന തോട്ടം ഞാൻ നനക്കട്ടെ, എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറഞ്ഞു, തോട്ടം നനക്കാതെ തന്നെ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞു. സ്വതക്കയായിട്ട് ഞാൻ തരാം. വേണ്ട, എൻ്റെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ വില എനിക്ക് വേണം, അത് തരാൻ പറ്റുമോ? അയാൾ നനക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഈന്തപ്പനത്തോട്ടം നനച്ചാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് നനച്ചു. കിട്ടിയ തുച്ഛമായ ദിനാറ് കൊണ്ട്, ദിർഹം കൊണ്ട് മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ആ സ്വഹാബി കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ശരീരമാകെ വിയർത്തൊലിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നിന്നും എല്ലാ ഭാഗത്തും രക്തം വാർച്ചൊഴുകുന്നുണ്ട്. ഈ കൈപ്പത്തിയിലൂടെ കയറ് വലിച്ചിട്ട് ആ കയറ് സഞ്ചരിച്ച ഭാഗത്ത് നിന്നും രക്തം ഇങ്ങനെ ചാലിട്ടൊഴുകുന്നുണ്ട്. ആ കയറ് കടിച്ചു പിടിച്ചിട്ടുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൊഴിഞ്ഞുപോയ പല്ലുകളുടെ ഭാഗത്തു നിന്നും രക്തം ഇങ്ങനെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ തന്നിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനാ സ്വഹാബായി കഷ്ടപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലേ, ഇവരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമില്ലേ? ആ സ്വർഗത്തിലേക്ക് എനിക്കും പോകണം. ഇതാ എനിക്ക് നൽകാനുള്ള സ്വതക്ക എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണില്ലേ പ്രിയപ്പെട്ടവരെ. അവരൊക്കെ പോകാൻ ആഗ്രഹിച്ചൊരു സ്വർഗം, വിശ്വാസികളെ, എന്നെയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, എന്നെയും നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രവേശിക്കണമെന്ന് ഞാനും നിങ്ങളും നിത്യേന പ്രാർത്ഥിക്കുന്നുണ്ടോ? അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ആ അമലുകളെ ബലപ്പെടുത്താൻ കഴിയുന്ന സ്വതക്കാത്തുകൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സ്വതക്കാത്തുകൾ നൽകാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. കാരണം നമ്മൾ പരിശുദ്ധിയാർന്ന റമളാനിന്റെ സുദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ റമളാനിന്റെ പവിത്രത മനസ്സിലാക്കി ധാരാളമായി ഉള്ളവൻ ഉള്ളതിനനുസരിച്ച് കൊടുക്കട്ടെ, ഇല്ലാത്തവൻ ഇല്ലാത്തതിനനുസരിച്ച് കൊണ്ട് നൽകട്ടെ. ആ രൂപത്തിൽ ധാരാളമായി
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയും ഫീ സബീലിലേക്ക് വേണ്ടിയും പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ അകറ്റുന്നതിനു വേണ്ടിയും അള്ളാഹുവിന്റെ പള്ളികളും ഭവനങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയും നമ്മളാൽ കഴിയുന്ന സ്വതകാത്തുകൾ ധാരാളമായി നൽകുക. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന അനന്തമായ സ്വർഗവും അനുഗ്രഹ സമ്പൂർണമായ സ്വർഗീയമായ ജീവിതവും നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ കൈവശം നീ നൽകിയ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ലഭിച്ച ചെറിയ ചെറിയ സ്വതക്കാത്തുകൾ നീ മബ്റൂറും മഖ്ബൂലുമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വേദനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ. അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ റബ്ബേ. ഹലാലായ സമ്പത്ത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളും കടബാധ്യതകളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.